അക്ഷരങ്ങളുടെ ക്ഷേത്രം. ഇത് കേവലം ഒരു ക്ഷേത്രം മാത്രമല്ല, സർവകലാശാലയാണ്. ഉത്തര വിയറ്റ്നാമിലെ ഹാനോയിലുള്ള കൺഫ്യൂഷ്യസിന്റെ ക്ഷേത്രമാണ് വാൻ മിയു, അക്ഷരങ്ങളുടെ സർവകലാശാല. വിയറ്റ്നാമിലെ ആദ്യ സർവകലാശാലയായ ഇംപീരിയൽ അക്കാദമിയാണ് വാൻ മിയു. ക്ഷേത്രം തന്നെ ഒരു സർവകലാശാലയാണ്. ചൈനീസ് ആത്മജ്ഞാനികളിലെ ഉന്നത ശീർഷനായ കൺഫ്യൂഷ്യസിനായി സമർപ്പിച്ച ക്ഷേത്രം സർവകലാശാലയായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ലൈ താൻ തോങ് രാജാവ് 1070 പണികഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം. എണ്ണമറ്റ യുദ്ധങ്ങൾക്കും പ്രകൃതിക്ഷോഭങ്ങൾക്കും കീഴ്പ്പെടാതെ, പുനരുദ്ധാരണത്തിൽ സ്വത്വം ചോർന്നുപോകാതെ അറിവിന്റെ ക്ഷേത്രം കാലാതിവർത്തിയായി നിൽക്കുന്നു. 5,80,000 ചതുരശ്രയടി വിസ്തീർണമുള്ള അതിവിശാലമായ ക്ഷേത്ര സമുച്ചയത്തിൽ അറിവിന്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും ആരാധനയുടെയും നെടുംപുരകൾ പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നു. തല ഉയർത്തി നിൽക്കുന്ന കവാടങ്ങൾ, വാൻ തടാകം, ജിയാമുദ്യാനം, മൈതാന സമാനമായ നടുമുറ്റങ്ങൾ, പഠനമുറി മുതൽ വിശ്രമയിടങ്ങൾ വരെ എന്നിവ ക്ഷേത്രത്തിന്റെ ഭാഗമാണ്. മുഖ്യ കവാടം തുറക്കുന്നത് 3 നടപ്പാതകളിലേക്കാണ്. മധ്യത്തിലുള്ളത് രാജകീയ പാത, ഇടത് ഭരണകർത്താക്കൾക്കും വലതുപാത സൈന്യത്തിനുമുള്ളതാണ്. സംഗീതജ്ഞർ, ഗായകർ, കുറ്റവാളികൾ, മരണാനന്തര പുലയുള്ളവർ എന്നിവർക്ക് വാൻ മിയു അക്ഷര സർവകലാശാലയിലേക്ക് പ്രവേശനമില്ലായിരുന്നു. അവരെ പരീക്ഷ എഴുതാനും അനുവദിച്ചിരുന്നില്ല. ക്ഷേത്രാങ്കണം 5 നടുമുറ്റങ്ങളായി വിഭജിച്ചിരിക്കുന്നു. അറിവിന്റെ, അനുഭവത്തിന്റെ, ബോധത്തിന്റെ സർവജ്ഞപീഠം കയറിയവർക്ക് മാത്രമേ ഓരോ നടുമുറ്റവും കടന്നുപോകുവാൻ അവകാശമുണ്ടായിരുന്നുള്ളത്രേ. 1-ാം നടുമുറ്റം മഹാമുഖമണ്ഡപം മുതൽ ഇരുവശവും ചെറു കവാടങ്ങളുള്ള ദായി ട്രങ് വരെ നീണ്ടുകിടക്കുന്നു. 2-ാം നടുമുറ്റം മഹാവിജയത്തിന്റെ തൊടിയാണ്. ഇവിടുത്തെ വാസ്തുവിദ്യ വിസ്മയിപ്പിക്കുന്നതാണ്. ഇത് ഭാഷാസാഹിത്യത്തിന്റെ സൗന്ദര്യാത്മകതയ്ക്കും ഉള്ളടക്കത്തിനുമായി സമർപ്പിച്ചിരിക്കുന്നു. 3-ാം നടുമുറ്റത്തെ തെളിനീർക്കുളത്തിന് ഇരുവശവുമുള്ള വലിയ ഹാളുകൾ ക്ഷേത്രത്തിലെ നിധിപേടകങ്ങളാണ്. അവയ്ക്കരികിൽ തല കുമ്പിട്ട് നിൽക്കുന്ന ആമയുടെ ശില്പങ്ങൾ ഡോക്ടർമാർക്കായുള്ള ശിലാഫലകങ്ങളാണ്. 82 ത്രൈവാർഷിക പരീക്ഷകൾ വിജയിച്ച 1307 ഡോക്ടർമാരുടെ പേരുവിവരങ്ങൾ ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. ആമയുടെ ശിരസിൽ തൊട്ടു വണങ്ങുന്നതുപോലും പുണ്യമായി വിജ്ഞാനദാഹികൾ കരുതുന്നു. നാലാം നടുത്തളം ആചാരാനുഷ്ഠാനങ്ങൾക്കുള്ളതാണ്. ഇവിടെ സ്വർണവർണ്ണാങ്കിതമായ പീഠത്തിൽ ധ്യാനനിമഗ്നനായ കൺഫ്യൂഷ്യസിനെയും ഇരുവശവും അദ്ദേഹത്തെ വണങ്ങുന്ന ശിഷ്യന്മാരെയും കാണാം. അറിവിന്റെ കടുത്ത പരീക്ഷകൾ വിജയിച്ച് 4 നടുത്തളങ്ങളും കടന്നെത്തുന്നവർക്കായുള്ളതാണ് വിശ്വവിജ്ഞാനത്തിന്റെ പരമോന്നത സ്ഥാനമായ 5-ാമത്തെ നടുമുറ്റം. ഇവിടെ അറിവാണ് ഈശ്വരനും ആരാധനയും. തായ് ഹോക്ക് എന്ന ഈ സ്ഥലത്താണ് പണ്ഡിതരെ ആദരിച്ചിരുന്നതും സംവാദങ്ങൾ നടന്നിരുന്നതും വിജ്ഞാനാർത്ഥികൾ താമസിച്ചിരുന്നതും. ഇംപീരിയൽ അക്കാദമി എന്ന പേരിൽ പിൽക്കാലത്ത് കീർത്തി നേടിയ അക്ഷരക്ഷേത്രം വിയറ്റ്നാമിലെ ഏറ്റവും വലിയ പഠന കേന്ദ്രമായിരുന്നു.